കോളേജ് കോമ്പൗണ്ടിനകത്ത് മുഖം മറയ്ക്കാൻ പാടില്ലെന്ന നിയമം നടപ്പിലാക്കാൻ ശ്രമിച്ച പ്രിൻസിപ്പാളിനെതിരെ പ്രതിഷേധം. മലപ്പുറം തിരൂരങ്ങാടി PSMO കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ അസീസാണ് മുഖം പൂർണ്ണമായി മറച്ച് പരീക്ഷയ്ക്കെത്തിയ വിദ്യാർത്ഥിനികളോട് കോളേജിനകത്ത് നിഖാബ് അനുവദിക്കില്ലെന്ന് അറിയിച്ചത്. ഇതോടെ എതിർപ്പുമായി മുസ്ലിം സംഘടനകൾ രംഗത്തെത്തി. പ്രതിഷേധം വ്യാപകമായതോടെ പരിഹാരം ആവശ്യപ്പെട്ട സിൻഡിക്കേറ്റ് അംഗം AK അനുരാജ് വൈസ് ചാൻസലർക്ക് കത്ത് നൽകിയിട്ടുണ്ട്. വിദൂര ഓൺലൈൻ വിദ്യാഭ്യാസത്തിന്റെ പരീക്ഷാ കേന്ദ്രമാണ് തിരൂരങ്ങാടി PSMO കോളേജ്. ദിവസങ്ങൾക്ക് മുൻപ് വെള്ളിമുക്ക് ക്രസന്റ് SNEC കോളേജിൽ നിന്ന് 35 വിദ്യാർത്ഥികൾ ഇവിടെ പരീക്ഷ എഴുതാനെത്തിയിരുന്നു. പൂർണ്ണമായും മുഖം മറച്ച് ആളെ മനസ്സിലാക്കാൻ സാധിക്കാത്ത വണ്ണം വന്ന വിദ്യാർത്ഥിനികളോട് PSMO കോളേജിൽ നിഖാബ് അനുവദിക്കില്ലെന്ന് പ്രിൻസിപ്പൽ ഡോക്ടർ അസീസ് അറിയിച്ചു. പരീക്ഷ എഴുതി പുറത്തിറങ്ങിയതിനു ശേഷമാണ് പ്രിൻസിപ്പൽ ഇക്കാര്യം പറഞ്ഞത്. തുടർ പരീക്ഷകൾ എഴുതണമെങ്കിൽ കോളേജിൽ കയറുന്നതിന് മുമ്പ് മുഖാവരണം നീക്കണമെന്നും നിർദ്ദേശങ്ങൾ രക്ഷിതാക്കളെയും പഠിക്കുന്ന സ്ഥാപനത്തെയും അറിയിക്കാനും നിർദ്ദേശം നൽകി. പർദ്ദയോ ഹിജാബോ ധരിക്കുന്നതിന് വിലക്കില്ലെന്നും അദ്ദേഹം അറിയിച്ചു. വിഷയത്തിൽ വ്യക്തതയ്ക്കായി ഡോക്ടർ അസീസിനെ വിളിച്ച ഒരു രക്ഷിതാവിനോട് അദ്ദേഹം പറഞ്ഞതിങ്ങനെ: നമ്മുടെ കോളേജിൽ ക്യാമ്പസിൽ കയറുന്ന സമയത്ത് ഫേസ് കവർ ചെയ്ത് കയറുന്നതാണ്. ഓക്കെ, നമ്മുടെ കോളേജിന്റെ പോളിസി അതാണ്. അത് കണ്ടപ്പോൾ അവരോട് എക്സാം റൂമിൽ വരെ ഒത്തിറങ്ങിയത് കവർ ചെയ്തിട്ടാണ്. ആരാണ് തിരിച്ചറിയുക? അവരോട് പറഞ്ഞിട്ടുണ്ട് പരീക്ഷ വരുന്ന സമയത്ത് അവര് പുറമേ നിന്ന് അങ്ങനെ വരിക, ഉള്ളിൽ കയറുന്ന സമയത്ത് ഫേസ് കവർ മാറ്റിയിട്ട് ഓക്കെ ഉള്ളിൽ കയറി പരീക്ഷ എഴുതി പോവാ. അല്ല, അത് പിന്നെ നിങ്ങൾ പറഞ്ഞു തന്നെ ക്യാമ്പസിന്റെ അകത്ത് ക്യാമ്പസിന്റെ അകത്ത് ഫേസ് കവർ മാത്രം പറ്റൂല. ക്യാമ്പസിനകത്ത് പരീക്ഷാ ഹാളിലല്ല, ക്യാമ്പസിനകത്ത്. അത് നിങ്ങളുടെ നിയമമാണോ, കോളേജ് കൗൺസിലാണോ, മാനേജ്മെന്റ് ആണോ? കോളേജിന്റെ നിയമമാണ്. കോളേജ് കൗൺസിലിന്റെ കോളേജിന്റെ നിയമമാണ്. പക്ഷെ അത് വേറെ എവിടെയും കാണുന്നില്ല. ഞാൻ പറയാൻ ചോദിക്കാൻ കാരണം ഞാനൊരു അധ്യാപകനാണ്. ഞാനത് പറയേണ്ട ബാധ്യത എനിക്കുണ്ട് ആസ് പ്രിൻസിപ്പൽ. ഓക്കെ, ഞാനത് കണ്ടപ്പോൾ അവരോട് പറഞ്ഞു ബാക്കോട്ടിട്ട് കയറാം, അത്രയും വേണ്ട, അയച്ചു വെക്കൊന്നും വേണ്ട, ഫേസ് മാത്രം റിവീൽ. അതൊക്കെ PSMO കോളേജ് നടപടി പ്രതിഷേധാർഹമാണെന്നും നിലപാട് തിരുത്തിയില്ലെങ്കിൽ പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്നും പ്രഖ്യാപിച്ച് SKSSF രംഗത്തെത്തി. ഇതോടെയാണ് പ്രശ്നപരിഹാരം ആവശ്യപ്പെട്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് മെമ്പർ AK അനുരാജ് വൈസ് ചാൻസലർ ഡോക്ടർ P രവീന്ദ്രന് കത്തെഴുതിയത്. യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്ത് നിന്ന് ഈ രീതിയിൽ പരീക്ഷാ ഹാളുകളിൽ പ്രത്യേകിച്ച് SDEയുടെ കാര്യത്തിൽ എന്ത് വസ്ത്രം ധരിക്കണം എന്ന് സംബന്ധിച്ച് യാതൊരു നിബന്ധനയില്ല. അപ്പോൾ അതുകൊണ്ട് ഈ രീതിയിൽ മുഖം മറച്ച് പരീക്ഷ എഴുതാൻ വരുന്നത് എന്തായാലും ആൾമാറാട്ടത്തിനും അതുപോലെ തന്നെ മാൽ പ്രാക്ടീസസിനൊക്കെയുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇത് പാടില്ല എന്നുള്ള രീതിയിലുള്ള നിർദ്ദേശം യൂണിവേഴ്സിറ്റിയിൽ നിന്ന് വരണം. അത് നടപ്പാക്കാൻ മാത്രമേ കോളേജ് അധികൃതർക്ക് സാധിക്കുള്ളൂ. അല്ലെങ്കിൽ പ്രിൻസിപ്പലിൻ്റെ അടുത്തൊക്കെ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ, എന്തുകൊണ്ടാണ് PSMO കോളേജിൽ മാത്രം ഇങ്ങനെ, യൂണിവേഴ്സിറ്റിയിൽ മൊത്തം ഉണ്ടോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ വരുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നു. അപ്പോൾ അതുകൊണ്ട് അത് ഞങ്ങൾക്ക് ആൻസർ ചെയ്യാൻ കഴിയില്ല. യൂണിവേഴ്സിറ്റി തന്നെ ഒരു ഡയറക്റ്റീവ് തന്നാൽ നല്ലതായിരുന്നു എന്നും അദ്ദേഹമായിട്ടുള്ള ചർച്ചയിൽ അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് വൈസ് ചാൻസലർക്ക് ഒരു കത്ത് കൊടുത്തത്. തിരൂരങ്ങാടി മുസ്ലിം ഓർഫനേജ് കമ്മിറ്റിക്ക് കീഴിലാണ് പോക്കർ സാഹിബ് മെമ്മോറിയൽ ഓർഫനേജ് കോളേജ് പ്രവർത്തിക്കുന്നത്. ജനം, കോഴിക്കോട്.